hi all, welcome back to the channel. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാക്കേജിങ്, അതേപോലെ അബ്സ്ട്രാക്ഷൻ, ഇൻ്റർഫേസ്, ഈ കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. നേരത്തെ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ മൈക്കിൻ്റെ ഇഷ്യൂ കാരണം റീഷൂട്ട് ചെയ്യുക. അപ്പം ഓൾറെഡി കുറച്ച് കോഡുകളൊക്കെ ഉണ്ട് അവിടെ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ പാക്കേജ് എന്താ ഡിസ്കസ് ചെയ്യുക. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറ്റഗറി ഓഫ് ക്ലാസ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബാക്ക് എൻഡ് ഒക്കെ ആണെങ്കിൽ കുറേ കൺട്രോളർ ക്ലാസ്സസ് അല്ലെങ്കിൽ സർവീസ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പാക്കേജിൻ്റെ ഉള്ളിലാണ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക. കാരണം ഒരു സർവീസ് ക്ലാസ്സസ് ആണെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയ ആ റിലേറ്റഡ് ക്ലാസ്സസ് മാത്രം. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജ് യൂസ് ചെയ്യുക. ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ എന്നൊക്കെ ഉള്ള സെയിം കോൺസെപ്റ്റ് തന്നെ. ഇത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഇവിടെ പാക്കേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു പേരടിച്ചിട്ട് നിങ്ങൾക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ഷിഫ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ്, അതിലൊരു ക്ലാസ്സും ചുമ്മാ എഴുതിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഒരു പാക്കേജിൻ്റെ ഒരു ബേസ് കോൺസെപ്റ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു റൈറ്റ് ക്ലിക്ക് നമുക്ക് ന്യൂ അമർത്തുക, എന്നിട്ട് ക്ലാസ് അടിക്കുക, എന്നിട്ട് ക്ലാസ്സിന് പകരം കൂടെ ഇൻ്റർഫേസ് ചൂസ് ചെയ്തിട്ട് ഒരു നെയിം കൊടുത്താൽ മതി. ഇപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. പബ്ലിക് ഇൻ്റർഫേസ് പേയ്മെൻറ്റ് നെയിം, അതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. ഇൻ്റർഫേസിൽ നമുക്ക് മെത്തേഡ്സ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് അതിൻ്റെ റെസ്പെക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ്സിലാണ് ഇതുണ്ടാവും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക ഡിക്ലെയർ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു യൂസേജ് വരിക എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റൻസ് ഒക്കെ പോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ഒരു ഫോൺ പേ അല്ല, രണ്ട് പേയ്മെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഗൂഗിൾ പേ പേയ്മെൻറ്റ്സും ഫോൺ പേ പേയ്മെൻറ്റ്സും. അപ്പം ഇതിൻ്റെ സിൻടാക്സ് ഇംപ്ലിമെൻറ്റ്സ് പേയ്മെൻറ്റ്, ആ ഇൻ്റർഫേസിൻ്റെ നെയിം ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് കീവേഡ്. എക്സ്റ്റൻസിന് പകരം ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് എന്നാണ് ഇൻഹെറിറ്റൻസ് വെച്ച് നോക്കിയാൽ. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ജനറേറ്റിൽ ഓവർ റൈഡ് മെത്തേഡ്സ് എടുക്കുക. അപ്പോൾ ഒഴിവാക്കിയിട്ട് കാണിച്ചു തരാം. ഫോൺ പേയിൽ കാണിച്ചു തരാം, ഇത് ക്രിയേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൻ്റെ മെയിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഒരു റെഡ് കളർ വരും. അപ്പോൾ വായിച്ചു നോക്കിയാൽ മസ്റ്റ് ബി ഐദർ ഡിക്ലെയർഡ് ഓർ അബ്സ്ട്രാക്റ്റഡ് ഓർ ഇംപ്ലിമെൻറ്റ് അബ്സ്ട്രാക്ട് മെത്തേഡ്. അതായത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് നമ്മളിവിടെ എഴുതണം. അതിപ്പം ജനറേറ്റ് കൊടുക്കുക, ഓവർ റൈഡ് മെത്തേഡ്സ് എടുക്കുക, എന്നിട്ട് ആ ഇൻ്റർഫേസിലുള്ള രണ്ട് മെത്തേഡ്സ് നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അസ്യൂം ചെയ്യുക രണ്ട് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, ഫോൺ പേ പേയ്മെൻറ്റും ഗൂഗിൾ പേ പേയ്മെൻറ്റും. അതിൽ ഡു പേ എന്ന് പറയുന്നിടത്ത് ആ പേയ്മെൻറ്റ് ഇനീഷ്യലൈസ് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ് ആവും. ഗെറ്റ് പേയ്മെൻറ്റിൽ എത്ര എമൗണ്ട് ആണോ പേയ്മെൻറ്റ് ചെയ്തത് ആ ഡീറ്റെയിൽസ് കിട്ടും. റിയൽ ലൈഫിൽ കുറേ കോഡ് ഉണ്ടാവും. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 ലൈൻ കോഡ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 മെത്തേഡ്സ് ഉണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഇവിടെയാണ് എഴുതുക. ഇനി നമുക്ക് നമ്മുടെ ജാവ ക്ലാസ് പോയിട്ട് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ യൂസ് കേസ് ഇപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ്, അതിനൊരു പേര് കൊടുക്കുക. പേ ഈക്വൽ ടു ന്യൂ ഗൂഗിൾ പേ പേയ്മെൻറ്റ് പേ ഡോട്ട് ഡു പേ ഡോട്ട് ഗെറ്റ് പേയ്മെൻറ്റ് എമൗണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് എല്ലാം ചെയ്യണമല്ലോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വേറെ ക്ലാസ് നമ്മളുണ്ടായിരുന്നു, നോക്കട്ടെ. ഓക്കെ, ഗൂഗിൾ പേ പേയ്മെൻറ്റ് 1000 rupees, അതായത് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്ത ഇംപ്ലിമെൻറ്റേഷൻ ഗൂഗിൾ പേ പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒന്ന് അസ്യൂം ചെയ്യുക, UIന്ന് യൂസർ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫോൺ പേ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതിനൊരു കോഡ് ബ്ലോക്ക് ഉണ്ടാവും, ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് ഇത്രയേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതായത് ന്യൂ ഫോൺ പേ പേയ്മെൻറ്റ് ആണെങ്കിൽ
ഫോൺ പേ പേയ്മെൻറ്റ് 1000. സോ ഇംപ്ലിമെൻറ്റേഷൻ്റെ യൂസ് സിമിലർ കൈൻഡ് ഓഫ് മെത്തേഡ്സ് അതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടാവും. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ്സസ് മൾട്ടിപ്പിൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡൂപേൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഒരിക്കലും ഫോൺ പേ പേയ്മെൻറ്റിൻ്റെ ഉള്ളിൽ എത്തില്ല. നമ്മൾ ഈ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് മാത്രമേ എത്തുള്ളൂ. അപ്പോൾ പുറമേക്ക് ഈ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നോർമലി ഇങ്ങനെ ഇൻ്റർഫേസസ് ആയിട്ടാണ് ഇത്. കാരണം അവർക്ക് ഡയറക്റ്റ് ഈ ഇംപ്ലിമെൻറ്റേഷൻസ് കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാക്കേജസ് എന്താണ്, ഇൻ്റർഫേസ് എന്താണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്. അതിൽ നോർമൽ മെത്തേഡ്സും നമുക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്താണ് അബ്സ്ട്രാക്ഷൻ എന്നുള്ളത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്.